ശൗചാലയത്തിൽ പോകാൻ അധ്യാപകൻ അനുവദിക്കാത്തതിനെ തുടർന്ന് പരീക്ഷാ ഹാളിൽ മലമൂത്ര വിസർജനം നടത്തേണ്ടി വന്ന വിദ്യാർത്ഥിയുടെ ഗതികേട് കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. ഇപ്പോഴിതാ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം കൂടി പറവൂരിൽ നിന്ന് പുറത്തുവരുന്നു. പറവൂർ കോടതിയിൽ മുനമ്പം മനുഷ്യക്കടത്ത് കേസിലെ 15ാം പ്രതിയായ സ്ത്രീക്കാണ് സമാനമായ അവസ്ഥ നേരിടേണ്ടി വന്നത്. കേസ് വിസ്താരത്തിനിടെ പറവൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കവേ സ്ത്രീ മൂത്രമൊഴിക്കുകയായിരുന്നു. 4 വയസ്സുള്ള ഇളയ മകനെയും എടുത്ത് നിസ്സഹായയായി നിൽക്കുകയായിരുന്നു ഇവർ. 3 വനിതാ പോലീസുകാർ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയെ പരിഹസിക്കാനല്ലാതെ സഹായിക്കാൻ ആരും മുന്നോട്ട് ചെന്നില്ല. പ്രതികളുടെ അവകാശങ്ങളും വ്യക്തമായി പാലിക്കപ്പെടണമെന്ന നിയമം നിലനിൽക്കവെയാണ് കോടതി മുറിയിൽ തന്നെ ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. സ്ത്രീകളുടെ ശാരീരിക പ്രത്യേകതകൾ പരിഗണിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ വനിതാ പോലീസ് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നത്. സുപ്രീം കോടതിയുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് മുനമ്പം കേസിലെ 15ാം പ്രതിയുടെ അറസ്റ്റ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ 3 ഇടത്ത് ആവർത്തിക്കുന്നു. എന്നാൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം പോലും ചെയ്തു കൊടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്നാണ് ആരോപണം. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT Silks പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.